എന്താ ആ ഫോട്ടോ കിട്ടിയോടി? എടി മഹാഭാവി, ഇങ്ങനെ വലിച്ചു വാരി ഇടരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട്? ഇനി ഇത് ആരെ എടുത്ത് തിരിച്ചടുക്കി വെക്കുന്നത്? എന്റെ ചേച്ചി, ഇതിപ്പോ ഒരു മെത്ത പോലെ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോ. എടി, റൂമെല്ലാം അലങ്കോലപ്പെടുത്തിയിട്ട് എന്നോട് ധിക്കാരം പറയുന്നോ? അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ, എടി, ഫോട്ടോ നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ? ഫോട്ടോ? ഏത് ഫോട്ടോ? ചേച്ചി എന്തെങ്കിലും ഫോട്ടോ കണ്ട് അതിശയിച്ച് നിൽക്കുന്നേ? എന്താ രണ്ടുപേരും കണ്ണും തള്ളി നിൽക്കുന്നേ? ഫോട്ടോയിലുള്ളത് ആരാ? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ നോക്കട്ടെ. അയ്യോ ചേച്ചി! എടി ദേവി, എടി വേഗം കുറച്ച് വെള്ളം കൊണ്ടുവാ. എടി ദേവി, ദേവി മുഖത്തോട്ട് തളിക്കണം. എടി അയ്യോ അയ്യോ അയ്യോ! ചേച്ചി കേട്ടെന്ന ഫോട്ടോയില് വേറെ ഏതോ പെണ്ണാവുന്ന ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഇവളാണല്ലോ ഈശ്വര. ഇതിന്നിപ്പം നിനക്ക് എന്ത് മനസ്സിലായി? നമ്മൾ അവരെ സംശയിച്ചതൊക്കെ തെറ്റായി. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ? അയ്യോ, ഇവിടെ വന്ന് കേറിയിരിക്കുന്നവള് സീതാലക്ഷ്മിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അയ്യോ നിർത്തടി. അയ്യോ ഒന്ന് നിർത്ത്. നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അവള് തന്നെയാ സീതാലക്ഷ്മി. നീ അതും ഇതും ഒക്കെ കാണിച്ച് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കാതെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ട് അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. അതാണ് നിനക്ക് നല്ലത് കേട്ടോ. ഇവളെയോ അനുസരിച്ച് ജീവിക്കാനോ? ഞാനോ? അതൊരിക്കലും പറ്റില്ല. ഇവളുടെ കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഛർദിക്കാനാ വരുന്നത്. ഛർദിക്കാൻ വരുന്നെങ്കിലേ നീ നിന്റെ റൂമിൽ പോയി ഛർദിക്ക്. ഇവിടെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന തുണിയല്ല നീ അടുക്കി വെച്ചോണം. അല്ലെങ്കിൽ ഈ റൂം വിട്ട് പുറത്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഒക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുക. എന്തൊരു വിധിയത്! ഇവളുടെ ഒരു കാര്യം. ഈ ഫോട്ടോ നിനക്കെങ്ങനെ കിട്ടിയത്? ആ രുക്മിണി ചേച്ചിയെ സോപ്പിടാൻ വേണ്ടി അവർക്ക് കുഴമ്പ് തേച്ചു കൊടുക്കാൻ പോയതാ. അപ്പോ അവരുടെ റൂമിലുണ്ടായിരുന്ന ഒരു ബുക്കിൽ നിന്നാ എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. അവരറിയാതെ ഞാനത് അടിച്ചു മാറ്റി. നീ അങ്ങനെ ചെയ്ത എന്തായാലും നന്നായി. ഇത് അവരുടെ കണ്ണിലെങ്ങാനും പെട്ടായിരുന്നെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ടാനെ. അതോടെ എല്ലാം പൊളിഞ്ഞു പോകാലായിരുന്നോ? ഇനി ആര് തന്നെ വിചാരിച്ചാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ അവരുടെ മുറിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താ? ഒന്ന് തെളിച്ചു പറഞ്ഞൂടെ? ഈ ഫോട്ടോയില് സീതാലക്ഷ്മിയുള്ള സ്ഥലത്ത് ഞാൻ എന്റെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്ത് വെച്ച് പുതിയൊരു ഫോട്ടോ ഉണ്ടാക്കി. എന്നിട്ടത് ഈ ഫോട്ടോ ഇരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതവരുടെ കൈ കിട്ടിയാ ഞാനാണ് സീതാലക്ഷ്മിന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചോളും. മല്ലികേ, നിനക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നന്നായി, കലക്കിനി. നീ ഇപ്പൊ എന്നോടൊരു നല്ല കാര്യം പറഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാൻ നിന്നോട് അതിലും നല്ലൊരു കാര്യം പറയാൻ പോവാ. അതെന്താ ചേട്ടാ? അതെന്നോടൊന്ന് വേഗം പറ. ഞാൻ വെറുതെ അരുണിന്റെ റൂമിന്റെ അടുത്തൂടെ പോയപ്പോ അവിടെ അരുണും ഗംഗയും സംസാരിക്കുന്നത് കണ്ടു. അവരെന്താ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോ അരുണേട്ടാ, സത്യനാരായണൻ പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ വീട് മുഴുക്ക CCTV വെക്കാൻ അരുണേട്ടൻ സമ്മതിച്ചല്ലോ. പക്ഷേ എനിക്കെന്തോ ഇതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ക്യാമറ ആവശ്യമുണ്ട് അരുണേട്ടാ? ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു മുൻകരുതൽ അത്യാവശ്യമാണ്. ഇത്രയും നാളില്ലാത്തൊരു അത്യാവശ്യം ഇപ്പോഴെന്താ പെട്ടെന്ന്? ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ജോലി തിരക്കിൽ അതങ്ങ് മറന്നുപോയി. നീ അറിയേണ്ട കാര്യം തന്നെയാ. കാരണം അത് വിശ്വസിക്കാനാവാത്ത ഒരു രഹസ്യമാണ്. അയ്യോ, സസ്പെൻസ് ആക്കാതെ പെട്ടെന്ന് കാര്യം പറഞ്ഞൂടെ? എന്റെ അച്ഛൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാധവി എന്നെ കൊട്ടാരത്തിലുള്ള ഒരു രഹസ്യ അറയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ കൊട്ടാരത്തില് രഹസ്യ അറയുണ്ടോ? ആ ഗംഗേ, രഹസ്യ അറ ഉണ്ടെന്ന് മാത്രമല്ല, അതിനുള്ളിൽ മുഴുവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ ധാരാളം സ്വർണവും വൈരമാലകളും വിലമതിക്കാനാവാത്ത രത്നങ്ങളും ഉണ്ട്. കാര്യമായിട്ടാണോ ഈ പറയുന്നത്?
എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എത്രത്തോളം സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്തോ എനിക്കിതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ കൂടെ വാ, ഞാനിപ്പോ കാണിച്ചു തരാം. വാ. വാ. എന്താ നിന്ന് കളഞ്ഞ? ആരും അറിയാത്ത ആ നിധി ആദ്യമായിട്ട് ഞാൻ കാണാൻ വരുമ്പോ നല്ല ദിവസമായിരിക്കണം അരുണേട്ടാ. ഇന്ന് അതിന് പറ്റിയ ദിവസമല്ല. നല്ലൊരു ദിവസം നോക്കി നമുക്കത് പോയി കാണാം. ഇതിനൊന്നും സമയം നോക്കേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. പൂർവിക സ്വത്ത് നല്ല ദിവസം പോയി കണ്ടാലേ അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. എനിക്ക് എന്തായാലും ഇപ്പൊ കാണണ്ട. അരുണേട്ട വന്നേ. അല്ല ഗംഗെ, ഒന്ന് വന്നേ. ഗംഗെ, നല്ല ദിവസമല്ലെന്നും പറഞ്ഞ് ഗംഗ ആ രഹസ്യ അരുണിനെ പോകാൻ അനുവദിച്ചില്ല. ഇപ്പൊ എന്റെ ശ്രദ്ധ മുഴുവൻ ആ രഹസ്യ അറയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്വത്തിനെ കുറിച്ച് മാത്രം. ആ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇനി ആ നിധികളുള്ള രഹസ്യാറ എവിടെയാണെങ്കിലും അത് നിങ്ങൾ കണ്ടുപിടിച്ച് സ്വന്താക്കുന്ന എനിക്കറിഞ്ഞൂടെ? എത്രയും പെട്ടെന്ന് അത് എവിടെയെന്ന് മനസ്സിലാക്കി അവിടെയുള്ള ആഭരണങ്ങൾ മുഴുവൻ സ്വന്തമാക്കാനുള്ള വഴി നോക്ക്. ഞാൻ അത് എടുക്കാതെ പോവോ? രാജശേഖരൻ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളിൽ ഒന്നുപോലും അവശേഷിക്കാതെ എല്ലാം എന്റേതാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ രഹസ്യറയിലിരിക്കുന്ന സ്വത്ത് മാത്രം ഞാൻ വേണ്ടാന്ന് വെക്കൂ? ഒരിക്കലും വിടില്ല. ഞാൻ എല്ലാം ഞാൻ കൈക്കലാക്കിയിരിക്കും. ആരുടെ പണിയാ? ഇതെന്തായാലും ദേവസേനയുടെ കുസൃതിയായിരിക്കും. ദേവസേനെ, വേലത്തരം കാണിച്ച് ഒളിഞ്ഞു നിന്നാ ഞാൻ അറിയില്ലെന്ന് കരുതിയോ നീ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി വന്നേ. ദേവസേനെ, ദേവസേനെ എവിടെയാ നീ? മോളെ, നീ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? ദേവസേനെ, ദേവസേനെ എവിടെയാ നീ? എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട ദേവസേനെ. എല്ലാ വികൃതിയും കാണിച്ചു വെച്ചിട്ട് റൂമിൽ പോയി ഒളിച്ചിരിക്കല്ലേ? ഇപ്പൊ വരാം ഞാൻ. നിനക്ക് ഈയിടെയായിട്ട് വികൃതി ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇനി ഇന്ന് ഒളിഞ്ഞിരിക്കണ്ട, പുറത്തു വാ. നീ എവിടുന്ന് പഠിച്ചു ഇതൊക്കെ? ദേവസേനെ, ഇവൾ ഈ മുറിയിൽ ഒളിച്ചിരിപ്പില്ലെന്നാ തോന്നുന്നേ. പക്ഷെ നീ എവിടെ ഒളിച്ചിരുന്നാലും കുറച്ച് കഴിയുമ്പോ പുറത്തു വരുമല്ലോ. വച്ചിട്ടുണ്ട് നിനക്ക്. സാരിയിൽ മൊത്തം ഇങ്കാക്കി കളഞ്ഞല്ലോ ഇവള്. കഷ്ടം.
തെറ്റിദ്ധരിക്കില്ല ഗംഗെ. ഇനി എന്താ തെറ്റിദ്ധരിക്കാനായിട്ടുള്ളത്? ഞാൻ സാരി മാറുന്നത് ഒളിഞ്ഞു നിന്നിപ്പോ കണ്ടിട്ട് വെറും ഒരു തെമ്മാടിയാണെന്ന് തെളിയിച്ചില്ല താൻ. അല്ല മോളെ, ഞാൻ ദേവസേനെ അന്വേഷിച്ച് ഇവിടെ വന്നതാ. ഞാനിവിടെ ഉള്ളതറിയാതെ മോള് ഡ്രസ്സ് മാറാൻ തുടങ്ങി. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞാനിവിടെ ഒളിച്ചു നിന്നതാ. നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതെല്ലാം ചെയ്തത് മനഃപൂർവ്വമാണെന്ന് തന്റെ പോക്കറ്റിലുള്ള പേന തന്നെ തെളിയിക്കുന്നുണ്ട്. തനിക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വന്നു? ഒരു അച്ഛന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ നിങ്ങളെ കണ്ടത്. ഇപ്പൊ അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? താനൊക്കെ ഒരു മനുഷ്യനാണോ? തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൃഗം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഈ വീടിന്റെ പടി ചവിട്ടില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാ മോളെ. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാ. എന്ത് മാനസികാവസ്ഥയാ? ഒരു കുടുംബത്തിൽ കയറി വന്നിട്ട് ഒരു പെണ്ണിനെ മാന്യമായി നോക്കാൻ അറിയാത്ത താൻ ഇനി ന്യായീകരിക്കാൻ നോക്കാണോ? ഒരു പെണ്ണിനെ ഈ ലോകത്ത് തന്റെ മാനം രക്ഷിക്കാൻ കഴിയാത്തത് തന്നെ പോലെ തരം താഴ്ന്നവരുള്ളോണ്ടാ. പെണ്ണായി ജനിച്ചു പോയ ഒരൊറ്റ കാരണം കൊണ്ട് ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലമായത്. ഇതിപ്പോ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ. ഒരല്പം മനുഷ്യത്തല്ലേ തനിക്കൊന്നും? എന്നോട് ക്ഷമിക്കണം ഗംഗ. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. നാണമില്ലാതെ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാതെ ഇറങ്ങി പോടോ. എന്താ ലൈറ്റ് പോലും ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അരുണേട്ടാ, പ്രശ്നമുണ്ട്. എന്താ ഉണ്ടായെന്ന് പറ. നടന്നതൊക്കെ പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ ഈ വീട്ടിലൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞാ എനിക്ക് വേണ്ടി അത് ചെയ്യോ? നീ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരുന്നിട്ടുണ്ടോ? എന്താ വേണ്ടേന്ന് പറ. ഒരക്ഷരം മറുത്തു പറയാതെ ഞാൻ ചെയ്തോളാം. ആ സത്യനാരായണനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു മാന്യത വേണം. അത് അയാൾക്കില്ല അരുണേട്ടാ. അയാളെ പറ്റി ശരിക്കറിയാതെ ഈ വീട്ടിലേക്ക് കയറ്റിയത് നമ്മൾ ചെയ്ത വലിയ തെറ്റ്. ഇനി അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നേട്ടാ. ഇപ്പൊ തന്നെ അയാളെ പറഞ്ഞേക്ക്. അരുണേട്ടൻ എന്താ ഒന്നും പറയാത്തെ? എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നോട് പറഞ്ഞതാരാ? എന്നോട് ആരും പറഞ്ഞില്ല, ഞാനായിട്ട് പറയുന്നതാ. ഇത് നീയായിട്ട് പറഞ്ഞതല്ല. ദേവി എൻ്റെ അല്ലേ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചേ?
ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ദേവി ആന്റി സത്യനാരായണൻ അങ്കിളിനെ പറഞ്ഞു വിടാൻ വേണ്ടി ഒരു കളി കളിച്ചു നോക്കിയതാ. അവര് വിചാരിച്ച കാര്യം സാധിക്കാത്തോണ്ട് നിന്നെ കൊണ്ടിപ്പോ അത് ചെയ്യിക്കാൻ നോക്കുക. ആന്റി അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അയാളെ പറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാ അയാൾ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. അങ്കിളിനെ പറ്റി നിനക്ക് എന്താ അറിയാവുന്ന? അയാൾ ആളത്ര ശരിയല്ല. എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്? ഞാനല്ലേ പറയുന്നേ? ഞാൻ പറഞ്ഞ അരുണേട്ടന് വിശ്വാസാവില്ലേ? നിന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ ഗംഗെ നീ ഒരു കാരണവും ഇല്ലാതെ ഒരാൾ ശരിയല്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിന്റെ കാരണം ഞാൻ അറിയണ്ടേ? ശരി, അങ്കിൾ എന്ത് തെറ്റാ ചെയ്തെന്ന് നീ എന്നോട് പറ. അതിനുശേഷം അങ്കിളെ പറഞ്ഞു വിടണമെന്ന് തീരുമാനിക്കാം. അത് അരുണേട്ടന് താങ്ങാനാവില്ല. കുഴപ്പമില്ല, നീ പറഞ്ഞോ. അങ്കിൾ എന്ത് തെറ്റാ ചെയ്തെന്ന് നീ എന്നോട് പറ. അതിനുശേഷം അങ്കിളെ പറഞ്ഞു വിടണമെന്ന് തീരുമാനിക്കാം. അത് അരുണേട്ടന് താങ്ങാനാവില്ല. കുഴപ്പമില്ല, നീ പറഞ്ഞോ. നിനക്കത് പറയാൻ പറ്റില്ല ഗംഗെ, കാരണം നിനക്ക് നുണ പറയാൻ അറിയില്ല. നമ്മുടെ വീട്ടിൽ മുതിർന്നവരില്ലാത്ത കുറവ് തീർക്കാൻ വേണ്ടിയിട്ടാ സത്യനാരായണൻ അങ്കിളിനെ ദൈവം അയച്ചത്. അങ്കിൾ ഈ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് സഹായമാവുന്നല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ദേവി ആന്റിയുടെ വാക്ക് കേട്ട് നീ അങ്കിളിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കാതെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. അങ്കിൾ എത്ര നല്ലവനാണെന്ന് അപ്പം നിനക്കറിയാൻ പറ്റും. പറ്റി എന്ത് പറഞ്ഞാലും അരുണേട്ടൻ വിശ്വസിക്കില്ല. പിന്നെ പറഞ്ഞിട്ട് എന്താ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് അരുണേട്ടൻ മനസ്സിലാക്കുന്നുമില്ല. അവൻ ചെയ്ത തെമ്മാടിത്തരം എനിക്കാണെങ്കിൽ പറയാനും കഴിയുന്നില്ല. ഇയാള് കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു.